പലപ്പോഴും പല ജീവികളും ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്നും എത്ര കൊല്ലം മുൻപാണ് അവയെ കൊല്ലപ്പെട്ടതെന്നുമെല്ലാം കാണിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയാറുണ്ട്. ചില ജീവികളുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും അവയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്നും കണ്ടെത്താനായി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇതെല്ലാം ഇത്ര കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? വെൽക്കം ടു മോഷൻ ബുക്ക്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിർമ്മിതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാർബൺ. അതായത് ഭൂമിയിൽ കാർബൺ ഇല്ല എങ്കിൽ ജീവൻ ഇല്ല എന്ന് തന്നെ പറയാം. ഭൂമിയിൽ സാധാരണയായി കാണുന്ന കാർബണിൽ നല്ലൊരു ശതമാനവും കാർബൺ 12 എന്ന രൂപത്തിലാണ്. 6 പ്രോട്ടോണും 6 ന്യൂട്രോണുമുള്ള ആറ്റോമിക് മാസ് 12 ആറ്റം. എന്നാൽ ചിലപ്പോൾ ചില കാർബൺ ആറ്റങ്ങളിൽ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ ഒരേ മൂലകത്തിൽ ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യാസമായി വരികയാണെങ്കിൽ അവയെ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയും. കാർബണിൻ്റെ 2 ഐസോടോപ്പുകളാണ് കാർബൺ 13ഉം കാർബൺ 14ഉം. സൂര്യനിൽ നിന്നുള്ള കോസ്മിക് റേസ് അന്തരീക്ഷത്തിലേക്ക് ധാരാളം കടക്കാറുണ്ട്. ഇവ പലതും അയനൈസിംഗ് ആയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള കോസ്മിക് റേസ് ആറ്റങ്ങളുമായി കൊളൈഡ് ചെയ്യുമ്പോൾ ന്യൂട്രോൺസ് ഉണ്ടാകും. ഇങ്ങനെ ഇവ നൈട്രജൻ ആറ്റങ്ങളുമായി കൂടിച്ചേരുകയും അവയ്ക്ക് ഒരു ന്യൂട്രോൺ അധികമായി കിട്ടുകയും ചെയ്യുന്നു. 7 പ്രോട്ടോണും 7 ന്യൂട്രോണുമുള്ള ആറ്റോമിക് മാസ് 14 ഒരു ആറ്റമാണ് നൈട്രജൻ. എന്നാൽ അധികമായി ഒരു ന്യൂട്രോൺ കൂടി ഇതിൻ്റെ ന്യൂക്ലിയസിൽ വരുമ്പോൾ ഇത് വളരെയധികം അൺസ്റ്റേബിളായി കാണപ്പെടും. ഇതിങ്ങനെ ഒരു പ്രോട്ടോൺ റിലീസ് ചെയ്യും. അങ്ങനെ 6 പ്രോട്ടോണും 8 ന്യൂട്രോണുമുള്ള കാർബൺ 14 ആറ്റവും ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള കാർബൺ 14ൻ്റെ ന്യൂക്ലിയസ് സ്റ്റേബിളായ ഒന്നല്ല. അങ്ങനെ ഈ ന്യൂക്ലിയസ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നറിയപ്പെടുന്ന പ്രോസസ്സിന് വിധേയമാകുന്നു. പതിയെ ഡീകെ ആയി നൈട്രജൻ 14 മാറും. ഇതിൻ്റെ നിരക്ക് എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും. അതായത് കുറച്ച് കാർബൺ 14 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ പകുതിയോളം ഇങ്ങനെ ഡീകെ ചെയ്ത് തീരുവാൻ 5700 വർഷം എടുക്കും. ഇതിന് ഹാഫ് ലൈഫ് അല്ലെങ്കിൽ അർദ്ധായുസ് എന്ന് പറയും. അതുപോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെ പകുതി ഇങ്ങനെ ഡീകെ ആകും. വീണ്ടും 5700 വർഷം എടുക്കും. അതായത് ആകെയുള്ളതിൽ 75% ഡീകെ ചെയ്യാൻ 11400 വർഷവും എടുക്കും. ഇതിങ്ങനെ കാർബൺ 14 ഇല്ലാതാകുന്നത് വരെ തുടർന്നു കൊണ്ടേയിരിക്കും. കാർബൺ 14 മറ്റു കാർബൺ ആറ്റങ്ങളെ പോലെ തന്നെ രാസപ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ കാർബൺ 14 ബേസ്ഡ് ആയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. ചെടികൾ ഇത് വലിച്ചെടുക്കുകയും ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിലൂടെയാണല്ലോ ചെടികൾ ആഹാരം ഉണ്ടാക്കുന്നത്. അവയ്ക്ക് ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ ഏത് കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ഉള്ളത് എന്നത് അവയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. മൃഗങ്ങൾ ഇത്തരത്തിലുള്ള ചെടികൾ ആഹാരമാക്കുമ്പോൾ അവയുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള കാർബൺ 14 എത്തുന്നു. അന്തരീക്ഷത്തിൽ എല്ലായ്പ്പോഴും കാർബൺ 12ഉം 14ഉം തമ്മിലുള്ള അനുപാതം തുല്യമായിരിക്കും. ജീവജാലങ്ങളുടെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. എപ്പോഴും കാർബൺ 14 ഡീകെ ആയിക്കൊണ്ടിരിക്കും. ജീവനുള്ളപ്പോൾ ശരീരത്തിൽ കാർബൺ ഡീകെ ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ കാർബൺ 14 അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നിരക്ക് ഇങ്ങനെ തുല്യമായി തന്നെ തുടരും. എന്നാൽ ജീവൻ ഇല്ലാതെ ആയിക്കഴിയുമ്പോൾ ശരീരം പുതിയതായി കാർബൺ 14 ഒന്നും തന്നെ സ്വീകരിക്കാതെ വരും. അങ്ങനെ പതിയെ കാർബൺ 14ൻ്റെ അളവ് കുറഞ്ഞു വരും. കാർബൺ 12ൻ്റെ അളവ് സ്ഥിരമായി തന്നെ തുടരുകയും ചെയ്യും. ഏത് ജീവജാലങ്ങളിലും സസ്യങ്ങളിലും കാർബൺ 14 കുറയുന്നതിൻ്റെ അളവ് തുല്യമായിരിക്കും. ഇപ്പോൾ അവയുടെ ശരീരത്തിൽ എത്രത്തോളം കാർബൺ 14 അവശേഷിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ മതി അവയുടെ പഴക്കം മനസ്സിലാക്കാനാവും. റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്നാണ് ഈ രീതിക്ക് പറയുന്നത്. വില്ലാർഡ് ലിബി എന്ന അമേരിക്കൻ ഫിസിക്കൽ കെമിസ്റ്റാണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത്. ഇതിന് അദ്ദേഹത്തിന് 1960-ൽ കെമിസ്ട്രിയിൽ നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് 50,000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളവയുടെ പ്രായം നിർണ്ണയിക്കുക പ്രായോഗികമല്ല. അതിനായി കൂടുതൽ ഉയർന്ന അർദ്ധായുസുള്ള പൊട്ടാസ്യത്തിൻ്റെയോ യുറേനിയത്തിൻ്റെയോ ഐസോടോപ്പുകളൊക്കെ ഉപയോഗിക്കേണ്ടതായി വരും. നിങ്ങൾ ഇതുപോലുള്ള അറിവുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.